60 ദിവസം കഴിഞ്ഞ പച്ചക്കറി മാലിന്യങ്ങളാണ്. 60 ദിവസം കഴിഞ്ഞ പച്ചക്കറി മാലിന്യങ്ങൾ ഏറ്റവും നല്ല ജൈവ വളമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിത് കഴുകി ഉപയോഗിക്കണം. കാര്യം ഇതിൽ സുഷിരങ്ങളെല്ലാം അടഞ്ഞു പോകും. ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഇത് പുറത്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വേണം ഉപയോഗിക്കാൻ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയാൽ മതി. 60 ദിവസമായ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റുകൾ, മുട്ടത്തോടൊക്കെ പൊടിഞ്ഞ് ചേർന്നേക്കുന്നതാണ്. ഏറ്റവും നല്ല ജൈവ വളമാണ്. ഈ ചൂടത്തിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ജൈവ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് ഈ പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഇത്തരം ബയോബിന്നുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. 230 രൂപ ക്രമത്തിൽ നമുക്ക് ഇത്തരം ബയോബിന്നുകൾ വാങ്ങാൻ കിട്ടും. ബയോബിന്നുകൾ ഉപയോഗിക്കുന്നത് വീട്ടിലെ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ജൈവ വളമാക്കാൻ പറ്റുന്നുണ്ട്. ഇത് നേരത്തെ എടുത്തതാണ്, കണ്ടോ. സാധാരണഗതി എല്ലാവരും പറയാറുണ്ട് ഇനോക്കുലം തീർന്നു പോകും എന്ന് പറയാറുണ്ട്. പക്ഷേ ഇനോക്കുലം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ ഇനോക്കുലമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഇനോക്കുലം ഉണ്ട്. ഇല്ലെങ്കിൽ അല്പം തൈര് അല്പം വെള്ളം ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ശർക്കര കലക്കി ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ നമുക്കത് ഇതിൻ്റെ കമ്പോസ്റ്റിങ് നടക്കും. ഇത് രണ്ടും നല്ല ഒരു സാധനമാണ്. നമ്മൾ പുതുതായിട്ട് നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ബയോബിന്നാണ്. ഇത് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം തന്നെ ഇതിനകത്ത് പച്ചക്കറി വേസ്റ്റുകൾ നിറച്ച് ഇനോക്കുലം ഇട്ടിട്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഈ പുതിയ ബയോബിൻ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്, എങ്ങനെയാണിത് ബയോബിൻ നമ്മുടെ ഉപയോഗിക്കുന്നതെന്നൊക്കെയുള്ള കുറിച്ച് ഫുൾ വീഡിയോ നമ്മളിതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കാണണം, അഭിപ്രായം പറയണം. നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഉപയോഗിച്ചതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കണമെന്ന് പറയാൻ കാര്യം ഇതിൽ സുഷിരങ്ങളെല്ലാം അടഞ്ഞു പോകും. കാര്യം ഈ പച്ചക്കറി വേസ്റ്റും അതേപോലെ നമ്മൾ ഇനോക്കുലം വീണ് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അടഞ്ഞു പോകും. ഇനി ഞങ്ങൾ ചെയ്യുന്നതുണ്ട്, ഇത് കഴുകി വൃത്തിയാക്കും. നമുക്ക് 2 ബയോബിന്നുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉണ്ടോ ഇതിൻ്റെ ഈ സുഷിരങ്ങളെല്ലാം നമ്മൾ എല്ലാം എടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം അപ്പോഴത്തേന് കമ്പോസ്റ്റ് ആവും. ഇതും തട്ടിയിട്ടതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കും. അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനൊരു പാത്രം കൂടിയുണ്ട്. അതായത് ഇതിനകത്ത് ഊറി വരുന്ന ജൈവ സ്ലറി നമുക്കെടുത്ത് പച്ചക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വെള്ളം